وهذا صراط ربك مستقيما قد فصلنا الآيات لقوم يذكرون صدق الله العلي العظيم. إلهي لست للفردوس أهلا ولا كوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. وعلم أمة سيدنا ومولانا محمد കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറകൾ പലതവണ ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുസ്ലിം സമൂഹം വളരെ പ്രയാസം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വഖഫുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നടപ്പാക്കപ്പെടുമ്പോൾ നമ്മെ സംബന്ധിച്ച് പല ആളുകൾക്കും പല ആശങ്കകളും പ്രയാസങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വല്ലാത്തൊരു സംഭീതമായ ഒരു അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. എന്നാൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിനേക്കാളും എത്രയോ ദുരിതപൂർണമായ ജീവിതം ഇവിടെ നയിക്കേണ്ടി വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുന്ന് പറഞ്ഞു, അദ്ദുനിയ സിജ്നുൽ മുഅ്മിനീൻ വ ജന്നത്ത് കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിനായ മനുഷ്യന് ജയിലാണ്, അതേസമയത്ത് മുഅ്മിനല്ലാത്ത സത്യനിഷേധിയായ വ്യക്തിക്ക് സ്വർഗമാണെന്ന് സയ്യിദുൽ കായിനാത്ത് സ്വാദിഖുൽ മസ്ബൂഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ നിന്നുകൊണ്ട് അവൻ ഒരുപാട് പ്രതീക്ഷയൊന്നുമില്ല. എത്ര തന്നെ സന്തോഷകരമായ ആനന്ദകരമായ ജീവിതം നയിക്കുമ്പോഴും ഈ ദുനിയാവിൽ നിന്ന് പലതരത്തിലുള്ള അവഗണനയും പലതരത്തിലുള്ള പ്രയാസങ്ങളും പലതരത്തിലുള്ള വിഷമങ്ങളും അവൻ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രവചനത്തിൽ നിന്നുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ ഉൾക്കൊണ്ടവരാണ്. മഹാനായ ഇബ്നു അസീർ റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തുന്നുണ്ട്, മുസ്ലിം ലോകത്തെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരിതാപകരമായ, ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കേണ്ടി വന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് മംഗോളിയരുടെ കാലഘട്ടമാണ്, താർത്താരികളുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിമീങ്ങളായ ആളുകളുടെ അവസ്ഥകളെ പറ്റി മഹാനായ അല്ലാമ ഇബ്നു അസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിവരിക്കുന്നുണ്ട്. وهو شاهد عيان لبعض أحداثها استمر عدة سنين معرضا عن ذكر هذه الحادثة. മഹാനവറുകൾ പറയാണ്, ഞാൻ കുറെ കാലം അതിനെപ്പറ്റി എഴുതണമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് എഴുതാൻ സാധിച്ചില്ല. കാരണം അത്രയും അധികം ഓർക്കാൻ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ആ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളായ ആളുകളുടെ ജീവിതം. മഹാനവറുകൾ പറയുന്നുണ്ട്,
فمن الذي يسهل عليه أن يكتب نعي الإسلام والمسلمين ومن الذي يهون عليه ذكر ذلك فيا ليت أمي لم يلدني. ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു പോകുന്നത്, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ്. എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് ഞാൻ അതിനെപ്പറ്റി ഓർക്കുമ്പോൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നെങ്കിൽ, ഞാൻ എല്ലാം മറന്നുപോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് ഞാൻ ഓർക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ അവസ്ഥകൾ, നമ്മളുടെ ഉറ്റവരും ഉടയവരുമായ ജീവിതത്തിൽ ആശ്വാസങ്ങൾ നൽകിയിരുന്ന, നമ്മുടെ നല്ല ജീവിതം ആഗ്രഹിച്ചിരുന്ന ആളുകൾ നമ്മിൽ നിന്ന് വിട പറയുന്ന ആ ഒരു അവസ്ഥ, അതിനെപ്പറ്റി ഓർക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ല. അതുപോലെ ജീവിതത്തിലെ ദുരിതപൂർണമായ ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും വലിയ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു സമയമുണ്ടാകും. അതിനെപ്പറ്റിയിട്ട് ഓർക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കാറില്ല. ഇതുപോലെ മഹാനവറുകൾ പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ല. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ഇന്നൽ ആലമ മുൻദു ഖലഖല്ലാഹു സുബ്ഹാനഹു വ തആല ആദമ അലൈഹിസ്സലാം വഇലൽ ആന ലം യുബ്തലു ബിമിസ്ലിഹാ ലകാന സദിഖാ. ഒരു മനുഷ്യൻ പറയാണ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് വന്നിട്ട് ഇത്രയും പ്രയാസകരമായ ഒരു കാലഘട്ടം ഈ ലോകത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ലക്കാന സ്വാദിക, അത് സത്യമാണ്, അസത്യമല്ല. അത്രയും പ്രയാസകരമായ ഒരു കാലഘട്ടമാണ് ഈ ലോകത്ത് താർത്താരികൾ അഥവാ മംഗോളിയനായ ആളുകൾ. ചെങ്കിസ് ഖാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും വിചാരിക്കും ഖാനുണ്ടല്ലോ, അദ്ദേഹം നല്ലൊരു മുസ്ലിമായിരിക്കുമെന്ന്. പക്ഷേ ചരിത്രത്തെ പരിശോധിച്ച് നോക്കണം. ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന വൃത്തികെട്ട മനുഷ്യൻ കാട്ടിക്കൂട്ടിയ പൈക്കൂത്തുകൾ, ക്രൂരതകൾ എത്രമാത്രം നിഷ്ഠൂരമായിരുന്നു എന്ന് ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്നു അസീർ റളിയല്ലാഹു അൻഹു പറയാണ്, അത്രയും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് വന്ന്, അഥവാ മാനവിക കുലം ഇവിടെ വന്നിട്ട് ഇത്രയും ലോകത്ത് അധപ്പതിച്ച ഒരു കാലഘട്ടം ലോകത്ത് വന്നിട്ടില്ല. ആ കാലഘട്ടത്തിന്റെ അവസ്ഥകളെ പറ്റിയിട്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. ശാരീരികമായി അസ്വസ്ഥതകളുണ്ട്, പനിയുണ്ട്, അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു അസ്വസ്ഥത, ഇടയ്ക്കിടയ്ക്ക് ചുമയൊക്കെ വരും. അപ്പോൾ നിങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് ക്ഷമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം മഹാനവറുകൾ പറയാണ്, പെണ്ണുങ്ങളെ അവരുടെ കുടുംബങ്ങളുടെ മുമ്പിലിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യുമായിരുന്നു. മുസ്ലിമീങ്ങളായ ആളുകളാണെന്നറിഞ്ഞാൽ, മുസ്ലിം സ്ത്രീയാണെന്നറിഞ്ഞാൽ അവരുടെ കുടുംബത്തിന്റെ, ഭർത്താവിന്റെ, മക്കളുടെ മുമ്പിലിട്ട് പച്ചയായി വസ്ത്രം ഉരിഞ്ഞുകൊണ്ട് ബലാത്സംഗം ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഫമിനൽ മുസ്ലിമീന മൻ ഖാതല ദൂന ഖദീമി ഹത്താ ഖുതില വമിൻഹും മൻ നുസിറ. ആ ഭാര്യയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവ് അവരുടെ മുമ്പിൽ പോരാടിയിട്ട് കൊല ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഇവിടെ നടന്നിരുന്നു. അതുപോലെ തന്നെ മഹാനവറുകൾ പറയാണ്, ചെറിയ ചെറിയ മക്കളെയൊക്കെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. അങ്ങനെ ഇവര് ബുഹാറ എന്ന് പറയുന്ന മഹാനായ ബുഹാരി ഇമാമിനടക്കം ജന്മം നൽകിയ ആ സുന്ദരമായ നാട്ടിൽ ചെന്നുകൊണ്ട് അവിടെയൊക്കെ എല്ലാ പള്ളികളും മദ്രസകളും നശിപ്പിച്ചു. ബുഹാറ എന്ന് പറയുന്ന സ്ഥലത്തെ, അതുപോലെ ബഗ്ദാദിലെ എല്ലാ പള്ളികളും പോയിട്ട് നശിപ്പിക്കാൻ തുടങ്ങി. അവിടെയൊക്കെ അക്രമങ്ങളും അനീതികളും ഇങ്ങനെ അഴിച്ചു വിടാൻ തുടങ്ങി. കണ്ണിൽ കാണുന്ന മുസ്ലിമിനെയൊക്കെ കൊലപ്പെടുത്തുന്ന ഒരവസ്ഥ വന്നു. ആ സമയത്ത് ഖവാരിസ്മി ഭരണകൂടം, അതുപോലെ സെൽജൂക്കി ഭരണകൂടം, അബ്ബാസിയ ഭരണകൂടം എല്ലാം നിലംപൊത്തി. ആ കാലഘട്ടത്തിൽ അപ്പോഴാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഒരു സ്വാത്വികനായ നിസ്വാർത്ഥനായ ഒരു വ്യക്തി അവിടെ കൊണ്ടുവരുന്നത് ഇസ്ലാമിന്റെ ഹൃദയഭാഗമായിരുന്ന മാവറ നെഹ്റു മുതൽ ബഗ്ദാദ് വരെയുള്ള പ്രദേശങ്ങൾ മുഴുവനും താർത്താരികൾ നശിപ്പിച്ചു. അങ്ങനെ മഹാനായ ഒരു പണ്ഡിതൻ അവിടെ വരുന്നത് വരെ അക്രമങ്ങൾ മാത്രം അഴിച്ചുവിട്ടപ്പോ ജനങ്ങൾ പറയാൻ തുടങ്ങി, പടച്ചോനെ ഇത് ഖിയാമത്ത് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദജ്ജാൽ വരുന്ന ആ കാലഘട്ടത്തിൽ അതിന് തൊട്ടു മുമ്പ് ഉള്ള അവസ്ഥകളെ പറ്റി അതിന് ശേഷമുള്ള അവസ്ഥകളെ പറ്റിയൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നപ്പോ യജൂജിനെയും മഅജൂജിനെയും പറ്റി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ യജൂജും മഅജൂജുമാണോ ഈ ലോകത്ത് വന്നിട്ടുള്ളത് എന്നവർ ശങ്കിക്കാൻ തുടങ്ങി. അത്രയും വലിയ അരുങ്കൊലകൾ ഇവിടെ ഇങ്ങനെ നടന്നു. ഖിയാമത്ത് നാൾ വരികയാണോ എന്ന് ജനങ്ങൾ ശങ്കിച്ച് നിൽക്കുമ്പോഴാണ് മലിക്കുൽ മുളഫർ എന്ന പേരിൽ ഒരു മഹാത്മാവ് സൈഫുദ്ദീൻ ഖുദ്സ് ഖവാരിസി എന്ന പേരിൽ അറിയപ്പെടുന്ന മലിക്കുൽ മുളഫർ എന്ന് പറയുന്ന രാജാവ് ഈ ലോകത്ത് വന്നത്. അദ്ദേഹം മിസ്രിലെ രാജകുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ അവിടെ നിന്നൊക്കെ പുറത്താക്കി അടിമയാക്കി വെച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കൊണ്ടുവന്നു. ഒരൊറ്റ വർഷം ഭരിച്ചു. ഒരൊറ്റ വർഷമേ ഭരിച്ചിട്ടുള്ളൂ. ആ ഒരൊറ്റ വർഷം കൊണ്ട് ഫലസ്തീനിലെ ഐനുൽ ജാലൂത്തിൽ വെച്ചുകൊണ്ട് റമദാൻ 25-ന് ഇദ്ദേഹം മംഗോളിയരെ ചെങ്കിസ് ഖാന്റെ ആ വലിയ സൈന്യത്തെ അദ്ദേഹം മുട്ടുകുത്തിച്ചുകൊണ്ട് ലോകത്ത് നടന്ന അറും കൊലക്ക് അരുതി അവിടെ വരുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഏതെല്ലാം കാലഘട്ടങ്ങളിൽ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ സമൂഹത്തിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിമോചനം നൽകിയിട്ടുണ്ട് എന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. ഈ ദേഹം മലിക്കുൽ മുളഫർ എന്ന് പറയുന്ന ഈ രാജാവ് ലോകത്ത് വന്നപ്പോ ആദ്യമായി ചെയ്ത കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. ഇന്ന് വഖഫ് ബില്ല് കൊണ്ടുവരുമ്പോഴും നമ്മുടെ സമുദായം സംഘടനയുടെ പേരിൽ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ മാസവും ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നടന്നു. ജുമാക്ക് മുമ്പ് മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പോ തടഞ്ഞു വെച്ചു. എന്നിട്ട് പറഞ്ഞു അയാൾ കൊടുക്കാൻ പറ്റൂല, ഞങ്ങളുടെ വിഭാഗം കൊടുക്കണം, ഞങ്ങളുടെ സംഘടനക്കാര് കൊടുക്കണം. ഈ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ നടന്നതാ. വഖഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ സമുദായം ഒന്നിക്കേണ്ട ഒരവസ്ഥ വരുമ്പോ നമ്മൾ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ പഠിക്കേണ്ടത് സൈഫുദ്ദീൻ ഖുദ്സ് ഖവാരിസി എന്ന് പറയുന്ന മലിക്കുൽ മുളഫർ എന്ന് പറയുന്ന മഹാനായ രാജാവിനെ പറ്റിയാണ്. അദ്ദേഹം വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, അദ്ദേഹവുമായി ശത്രുതയുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു. അബ്ബാസിയ ഭരണകാലയളവിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, എനിക്കധികാരം വേണ്ട, ഞാൻ അധികാരത്തിന് വേണ്ടി നിലകൊള്ളുന്നവനല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ശത്രുതയില്ല, നമ്മൾ ഒന്നിക്കണം, ഭരണം വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം ആദ്യമായി ഉണ്ടാക്കിയത് രാഷ്ട്രീയമായ ഐക്യമായിരുന്നു. ഓരോ രാജ്യങ്ങളിലും ഭരണാധികാരികളായിരുന്ന ആളുകള്, അധികാരഭ്രഷ്ടരായിട്ടുള്ള ആളുകള് അവരുടെ കണക്കിലേക്ക് ആളേക്കും. എന്നിട്ട് പറഞ്ഞു, നമ്മൾ ഒന്നിച്ച് നിൽക്കണം, ഒന്നിച്ച് നിന്നാൽ മാത്രമേ തർത്താരികളെ ഈ ലോകത്ത് നിന്നുകൊണ്ട് ഉന്മൂലനം ചെയ്യാൻ പറ്റൂ, അവരുടെ ക്രൂരതകൾ അവസാനിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഒന്നിച്ച് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയമായ ഐക്യം അദ്ദേഹം ആദ്യം തന്നെ ഉണ്ടാക്കി. അതുപോലെ രണ്ടാമത് ഉലമാക്കളുടെ ഐക്യമുണ്ടാക്കി. ഉലമാക്കളും ഉമറാക്കളും തമ്മിലുള്ള ഐക്യമുണ്ടാക്കി. ആ പണ്ഡിതന്മാരെ വിളിച്ചിരുത്തി. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഉമറാക്കളായ
പ്രമുഖരായ ആളുകളെ ഒക്കെ വിളിച്ചുകൊണ്ട് സാമൂഹികമായ സാംസ്കാരികമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ ഒരുമിച്ചിരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഐക്യപ്പെടേണ്ട സമയം അതിരിച്ചിരിക്കുകയാണ്. നമ്മൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പെൺമക്കൾ എത്രയോ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എത്രയോ പിഞ്ചുകളും കുരുന്നുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ തല്ലിക്കൂടാ എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാരെയും പാമരന്മാരെയും എല്ലാവരെയും ഒന്നിച്ചിരുത്തി. എന്നിട്ട് അദ്ദേഹം ചർച്ച ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യുദ്ധത്തിന് നികുതി ഏർപ്പെടുത്തണം. യുദ്ധം ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ സാധന സാമഗ്രികളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നികുതി ഏർപ്പെടുത്തണം എന്ന് പറഞ്ഞ സമയത്ത് അക്കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനായിരുന്ന മഹാനായ ഇസുദ്ദീൻ അബ്ദുസ്സലാം എന്ന പണ്ഡിതൻ വന്നിട്ട് പറഞ്ഞു, പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നുകൊണ്ട് നികുതി പിരിക്കാൻ പറ്റില്ല. നിർബന്ധമായിട്ട് പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കാൻ പറ്റൂല. അത്യാവശ്യ ഘട്ടം വന്നാൽ മാത്രം പിരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഭരണകർത്താക്കൾ ആദ്യം തന്നെ എടുത്തു വെക്കണം. ഭരണകർത്താക്കള് ആദ്യം തന്നെ പൈസ എടുത്തു വെക്കണം. അതേപോലെ തന്നെ സമൂഹത്തിലെ ധനികരായ ആളുകൾ പൈസ എടുത്തു വെക്കണം. നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയും, എന്നിട്ടോ പറയുന്ന ആൾക്കാർ ചിലപ്പോൾ ഒന്നും ചെയ്യൂല, ബാക്കിയുള്ളവരൊക്കെ പിരിക്കും, നമ്മൾ ചെയ്യൂല. അങ്ങനെയല്ല, ആദ്യം നമ്മൾ കൊടുക്കണം. നമ്മൾ പറയുന്ന ആൾക്കാർ നമ്മൾ കൊടുത്തിട്ട് മറ്റുള്ളവരെ വാങ്ങണം. ആ ഒരു ശൈലി സ്വീകരിക്കണമെന്ന് ഇസുദ്ദീൻ അബ്ദുസ്സലാം എന്ന പണ്ഡിതൻ പറഞ്ഞപ്പോ മലിക്കുൽ മുദഫർ എന്ന സൈഫുദ്ദീൻ ഖുദ്സ് ഖവാരിസി എന്ന് പറയുന്ന ഭരണാധികാരി ആദ്യം തന്റെ ഖജനാവിൽ നിന്നുകൊണ്ട് സമ്പത്ത് എടുത്തു കൊടുത്തു. അപ്പോ സമൂഹത്തിലെ ധനികരായ ആളുകളും സമ്പത്ത് എടുത്തു കൊടുത്തു. അങ്ങനെ പരിശുദ്ധമായ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോയ അക്കാലഘട്ടത്തിലെ പാവപ്പെട്ടവരായ ജനങ്ങളെ പിടിച്ച് സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സമുദ്ധാരണ പ്രവർത്തനവുമായി അദ്ദേഹം മുന്നിട്ടിറങ്ങിയപ്പോ 1 വർഷമേ ഭരിച്ചുള്ളൂ. ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലേക്ക് കടന്നു വന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാണ് ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഐക്യപ്പെടേണ്ട സമയം അധികരിച്ചിരിക്കുകയാണ്. വിശുദ്ധമായ ഖുർആൻ അതാണ് നമ്മോട് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിക്കുക, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെടുക, റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ തമ്മിലടിക്കാതെ വലാ തനാസഉ എന്ന ആ ഒരു പദം എത്രമാത്രം ഗൗരവത്തോടെ നമ്മൾ ഉൾക്കൊണ്ടതുണ്ട് സഹോദരങ്ങളെ. തമ്മിലടിക്കാതെ പരസ്പര ഐക്യത്തോടു കൂടിയിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ക്ഷമയോടുകൂടി നിലകൊള്ളണം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടണം എന്ന് പരിശുദ്ധമായ ഖുർആൻ ആഹ്വാനം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ സംഘടനകൾ മറന്നുകൊണ്ട് 900 സംഘടനകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരു സംഘടനയ്ക്ക് എങ്ങനെയെങ്കിലും അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവരെ എങ്ങനെയൊക്കെ അടിച്ചമർത്താൻ പറ്റുമോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് വഖഫ് പ്രശ്നമല്ല, വേറെ ഒന്നും പ്രശ്നമല്ല. വഖഫുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ എന്തെല്ലാം കളികളാണ് നടക്കുന്നതെന്നറിയോ പ്രിയപ്പെട്ടവരെ? അതുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സുഹൃത്ത്, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാന ജല്ല ജലാലു, വഖഫ് ബോർഡിൽ കയറാൻ വേണ്ടി, അതുപോലെ ഹജ്ജ് കമ്മിറ്റിയിൽ കയറാൻ വേണ്ടി എന്തെല്ലാം കളികളാണ് നടക്കുന്നതെന്നറിയോ? അതേപോലെ തന്നെ ഓരോ സംഘടനകളുടെയും തലപ്പത്ത് കയറാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി തീർക്കുമ്പോ നമ്മുടെ സമുദായത്തിനാണ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാകുന്നതെന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. മറ്റുള്ളവർക്ക് ചിരിക്കാൻ വേണ്ടി പല വകുപ്പുകളും നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാണ്. അതില് അറിവുള്ളവരുണ്ട്, അറിവില്ലാത്തവരുണ്ട്. പല ആളുകളും യൂട്യൂബിലൂടെ വരുമാനത്തിന് വേണ്ടി എന്തെല്ലാമാണ് അവർ ചെയ്തു കൂട്ടുന്നത്. കൊറോണ വന്നപ്പോ ഒരുപാട് ആളുകള് ആ കാലഘട്ടത്തെ മുതലാക്കിക്കൊണ്ട്
ഇന്ന് അത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലെ ആളുകള്, അതുപോലെ സമുദായത്തിലെ സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ, അത്തരം ആളുകൾക്കെതിരെ രംഗത്ത് വരേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു വിവരമില്ല, ഫാത്തിഹ പോലും ഓതാൻ കിട്ടാത്ത ആളുകള് ഇന്ന് അവരൊക്കെ വലിയ ഹോജമാരായി വാഴുകയാണ്. പതിനായിരങ്ങളും ലക്ഷങ്ങളും അവരുടെയൊക്കെ സദസ്സിൽ വന്നുകൊണ്ടിരിക്കുമ്പോ ഓരോ ദിവസവും ഓരോ ആളുകളുടെ കയ്യിൽ നിന്നുകൊണ്ട് ലക്ഷങ്ങൾ പിഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആരും അതിനെതിരെ പ്രതികരിക്കാൻ ഭയക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കുക, എന്നിട്ട് സമുദായത്തിന്റെ ഗുണമുണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്നിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് വരാനുള്ളത് വലിയ നഷ്ടമാണ്. 5 ലക്ഷം വഖഫ് സ്വത്തുകള് ആണ് വഴിയാധാരമായി പോകാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലേക്കാണ് പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. 9.4 ലക്ഷം ഏക്കറിലായി 2400 കിലോമീറ്റർ വിസ്തൃതിയിൽ 60 ബില്യൺ രൂപ മാർക്കറ്റ് വാല്യൂ ഉള്ള സ്വത്തുകളാണ് ഇവിടെയുള്ളതെന്നാണ് 2006 സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വഖഫ് സ്വത്തുകൾ, ആ വഖഫ് സ്വത്തുകൾ വഴിയാധാരമാക്കാൻ ബാബരി മസ്ജിദ് പൊളിച്ചതുപോലെ രഥയാത്ര നടത്തേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഷാഹി മസ്ജിദ് അത് പിടിച്ചെടുക്കാൻ വേണ്ടി അവിടെ ശിവലിംഗം ഉണ്ടെന്ന് പറയേണ്ടതിന്റെ ആവശ്യം ഇനിയില്ല. കാരണം വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ആ നിയമം നിർത്തലാക്കുന്നതോടുകൂടിയിട്ട് പ്രിയപ്പെട്ടവരെ, വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കാൻ ഇനി ഒരു പ്രയാസവും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. യുപിയില് 1.30 ലക്ഷം വഖഫ് സ്വത്തുകൾ ഉണ്ടെന്നാണ് യഥാർത്ഥമായി ഉള്ള രേഖകൾ ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് പറഞ്ഞു, രേഖകളിൽ 2963 ഏക്കർ മാത്രമേ, അത്രയും വഖഫ് സ്വത്തുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ വഖഫിനെ പുതിയ ആ ബില്ല് നടപ്പാക്കുന്നതിലൂടെ വഖഫ് സ്വത്തുകൾ, ഇതുവരെയുള്ള 5 ലക്ഷം വഖഫ് സ്വത്തുകളിൽ ഏറിയ പങ്കും കൈക്കലാക്കാൻ ഇനി ഒരു പ്രയാസവുമില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇതിനെതിരെയൊക്കെ ശക്തമായി നമ്മൾ പ്രതിരോധിക്കുക, ഒരുമിച്ച് നിൽക്കുക. സംഘടനകൾ മറന്നുകൊണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ട അവസ്ഥ വളരെ അതിക്രമിച്ചിരിക്കുകയാണെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹത്തിന് ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഇതെന്നെ ഇങ്ങനെ പറഞ്ഞെന്തിനാ? അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ഭൂമിയാണ്. ഒരാൾ വഖഫ് നൽകി കഴിഞ്ഞാൽ പിന്നെ പടച്ചവന്റെ ഭൂമിയായിട്ടത് മാറാണ്. ആ ഒരു ഭൂമി നഷ്ടപ്പെടുമ്പോ നമ്മള് മനസ്സ് നൊന്നില്ലെങ്കിൽ, അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ നന്ദി കെട്ടവരായി മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ മലിക്കുൽ മുദഫർ എന്ന് പറയുന്ന ആ ഭരണാധികാരി നടത്തിയതുപോലെ രാഷ്ട്രീയമായ ഐക്യം, ഉലമ ഐക്യം നമ്മുടെ ഇടയിൽ രൂപപ്പെടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കുമാറാകട്ടെ.